ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ മദ്രസകൾ കൂണുപോലെ തഴച്ചു വളരുകയാണ്. പക്ഷേ ഈ മദ്രസകൾ വിഷം തുപ്പുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒരു ദേശീയ മാധ്യമം നടത്തിയ ഒരു രഹസ്യ ഓപ്പറേഷൻ, സ്റ്റിംഗ് ഓപ്പറേഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഒളിക്യാമറ ഓപ്പറേഷൻ, അതിൽ വെളിപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് ചില റിപ്പോർട്ടുകൾ, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഭീകരവാദ സംഘടനകൾ അവർക്ക് ഇന്ത്യയിൽ എത്തിപ്പെടാനുള്ള എളുപ്പമാർഗമായി നേപ്പാളിനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നേപ്പാൾ കേന്ദ്രീകരിച്ച് ഇത്തരം ഭീകരവാദ ആശയങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദേശീയ മാധ്യമം ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്തിയത്. ഇന്ത്യ ടുഡേയാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ അവരുടെ ഒളിക്യാമറയിൽ പതിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇന്ത്യ നേപ്പാൾ അതിർത്തി, കൃത്യമായി പറഞ്ഞാൽ ബീഹാർ നേപ്പാൾ അതിർത്തി. ഇപ്പം നമ്മൾ നേപ്പാളുമായിട്ട് വളരെ അടുത്ത സൗഹൃദ രാഷ്ട്രമാണ് ഇന്ത്യ. ഒരു തുറന്ന അതിർത്തിയാണുള്ളത്. കാര്യമായ വേലിക്കെട്ടോ അങ്ങനെ ഒന്നുമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായി സുഗമമായി യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സാധ്യത ഭീകരവാദികളെ സംബന്ധിച്ച് അതൊരു വലിയൊരു അവസരമാണ്. അപ്പോൾ അത് കണക്കാക്കിയാണ് ഇത്തരം സംഗതികൾ അവിടെ നേപ്പാൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നിലവിൽ ഈ മാധ്യമം നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ, അതായത് ബീഹാറിലും അതേസമയം തന്നെ നേപ്പാളിലുമായിട്ട് അവർ നടത്തിയ അന്വേഷണത്തിൽ വന്ന വസ്തുതകൾ ഇത്തിരി ഗൗരവ സ്വഭാവമുള്ളത് തന്നെയാണ്. അതായത് ബീഹാറിലെ മുസഫർപൂർ, സീതാമർഹി, സച്പതി, പർസുനി തുടങ്ങിയ സ്ഥലങ്ങളിലും അതേപോലെ നേപ്പാളിലുമാണ് ഇവർ പരിശോധന നടത്തിയത്. അതിൽ ഈ മുസഫർപൂർ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം പൊതുവെ അവർക്ക് മനസ്സിലായ ഒരു സംഗതി, ഈ മദ്രസകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ നിരവധി കൂണുപോലെ തഴച്ചു വളരുന്നു. ഇതിലേറിയ പങ്കും അനധികൃതമാണ്. അതായത് സർക്കാർ അംഗീകൃതമായ ലൈസൻസോ അതേപോലുള്ള നിയമ നടപടിക്രമമോ പൂർത്തിയാക്കാത്ത മദ്രസകളാണ് ഏറിയ പങ്കും. പിന്നെ ചിലതിന് ബോർഡ് പോലും ഇല്ല. അതീവ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന മദ്രസകളുമുണ്ട്. അപ്പോൾ അതിൽ ഈ മുസഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ നടത്തിയ അന്വേഷണത്തിൽ അവിടുത്തെ ജാമിയ നൂരിയ മിറാജുൽ ഉലൂം എന്നാണ് ആ മദ്രസയുടെ പേര്. അവിടുത്തെ അധ്യാപകൻ ഈ ഒളിക്യാമറയുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ മദ്രസയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഹവാല പണം വരുന്നുണ്ട്. അത് വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. എന്നിട്ട് ഈ പണം ഉപയോഗിച്ച് ഇവർ കുട്ടികളെ, അതായത് ഈ മദ്രസകളിൽ മതപഠനത്തിന് പോകുന്ന കുട്ടികളാണ്, അവരെ ജിഹാദി പ്രവർത്തനങ്ങൾ, ജിഹാദി വിശ്വാസങ്ങൾ അത് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നത്. അതായത് ഇതിന് വേണ്ടിയിട്ട് അവരെ ഞങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യും എന്നാണ് അവർ ഈ ഒളിക്യാമറ ഓപ്പറേഷനിൽ ഇവിടുത്തെ ഈ സ്ഥലത്തെ മദ്രസ അധ്യാപകൻ പറയുന്നത്. അതുകൊണ്ടും കഴിഞ്ഞില്ല. അതായത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് കരുതി നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. സമാനമായ സംഗതികൾ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്നത്. അതായത് സീതാമർഹി, അവിടുത്തെ ഇസ്ലാമിയ മഹ്മൂദിയ എന്ന് പറയുന്നൊരു മദ്രസ, ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരു തകര ഷെഡിലാണ്. അതിൽ ബോർഡില്ല, രജിസ്ട്രേഷൻ ഇല്ല, ഒന്നുമില്ല. ഒരു തകര ഷെഡിൽ പ്രവർത്തിക്കുന്ന ഒരു മദ്രസ. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരൻ, അയാളുടെ പേര് അസ്റുദ്ദീൻ ദിൽകുഷ് എന്നാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നു. അയാൾ എന്നിട്ട് പറയുകയാണ്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം വിദേശ പണം ഈ മദ്രസ നടത്തിപ്പിന് വരുന്നുണ്ട്. കുറച്ച് പണം നേപ്പാൾ വഴി, അതായത് ഗൾഫ് പണം നേപ്പാളിലെത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇത് ഈ പണത്തിൻ്റെ സ്രോതസ്സ് കാണിക്കണമല്ലോ. ഈ സ്രോതസ്സ് അവർ കാണിച്ചേക്കുന്നത് ഈ ഡൊണേഷൻ ബോക്സ്, നമ്മുടെ കാണിക്ക വഞ്ചി ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന പണം എന്ന രീതിയിലാണ് അവർക്ക് ഈ വിദേശ പണത്തെ അവർ കാണുന്നത്. ഇവരും സമാനമായ രീതിയിൽ ഈ വിദ്വേഷ പ്രചാരണം, അല്ലെങ്കിൽ ഇതരമത വിദ്വേഷം, വിഘടനവാദം, ഇതൊക്കെയാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല, ഇവർ ഈ ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം കുട്ടികൾ, അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരുണ്ടല്ലോ, ബംഗ്ലാദേശിൽ നിന്ന് കടന്നു കയറി ഇന്ത്യയിൽ താമസമാക്കിയവർ, അവർക്ക് ID കാർഡ്, ID പ്രൂഫ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെ ഈ മദ്രസ വിദ്യാർത്ഥികളാകാൻ വേണ്ടി വ്യാജ ID പ്രൂഫുകൾ നിർമ്മിച്ച് നൽകി, അല്ലെങ്കിൽ ആധാർ കാർഡ് പോലുള്ള വ്യാജ കാർഡുകൾ നിർമ്മിച്ച് നൽകിയാണ് ഇവരുടെ എൻറോൾമെൻറ്റ്, അതായത് ഇവിടെ മറ്റേ രജിസ്റ്ററിൽ പേര് ചേർക്കണമല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. കഴിഞ്ഞില്ല, ദീമ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഇസ്ലാമിയ ദാരുൽ ഖുർആൻ, അങ്ങനെയാണ് ഒരു മദ്രസയുടെ പേര്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഒരു സർക്കാർ വക കമ്മ്യൂണിറ്റി ഹാളിലാണ്. അതും ഇതേപോലെ അനധികൃത സ്വഭാവത്തിലുള്ള രജിസ്ട്രേഷനോ മറ്റു നടപടിക്രമങ്ങളോ പൂർത്തിയാകാത്ത ഒരു മദ്രസയാണ്.
അതിൻ്റെ അവിടെ നടക്കുന്നത് ഇത്തിരി ഗുരുതര സ്വഭാവമുള്ള സാധനമാണ്. സാക്കിർ നായിക് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് വിദ്വേഷ പ്രചരണം നടത്തി ഇതര മത വിദ്വേഷം പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ഈ ഖുറാൻ സൂക്തവാക്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ഈ ഭീകരവാദ ആശയങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രമുഖനായ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മതപ്രഭാഷകനാണ് അദ്ദേഹം, സാക്കിർ നായിക്. അപ്പോൾ ഇയാളുടെ പ്രഭാഷണങ്ങളാണ് നിരന്തരമായി കുട്ടികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ പഠിപ്പിക്കുന്ന പുസ്തകം തലീം ഉൽ ഇസ്ലാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലാണ് ഈ ഇസ്ലാം മത വിശ്വാസികളല്ലാത്തുള്ളവരെ അവർ കാഫിറുകളായിട്ട് ചിത്രീകരിക്കുന്നത്. കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇല്ലാണ്ടാകണം, കാഫിറുകളെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ തത്വശാസ്ത്രം. അപ്പോൾ അതാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ബീഹാറിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇവർ നടത്തിയ ഒരു അന്വേഷണമാണ്. ഇപ്പോൾ നേപ്പാൾ അതിർത്തിയിലും ഇതേപോലുള്ള സംഗതികളുണ്ടോ എന്ന് അവർ നോക്കി. അങ്ങനെ നേപ്പാളിലെ മൊഹത്താരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ മദ്രസ അധ്യാപകൻ്റെ പേര് മുഹമ്മദ് ഷാഹിദ് ഹുസൈൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ അധ്യാപകനും തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം വിദേശ പണം ഈ മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്, ഹവാല പണം വരുന്നുണ്ട്, കണക്കിൽപ്പെടാത്ത പണം വരുന്നുണ്ട്. അതുകൂടാതെ അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ലെബനോണിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ ഈ മതപണ്ഡിതർ എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് കുട്ടികളോട് സംവദിക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയുള്ള ക്ലാസ്? ഇത്തരം തീവ്ര ചിന്താഗതികൾ അല്ലെങ്കിൽ ഇത്തരം ഇതര മത വിദ്വേഷം പോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, പഠിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് ഈ നമ്മൾ ചില യൂണിവേഴ്സിറ്റികളിൽ ഗസ്റ്റ് വിദഗ്ധ ഫാക്കൽറ്റീസൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. കഴിഞ്ഞില്ല, ധനുഷ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ നൈമുദ്ദീൻ എന്നാണ് അവിടുത്തെ മദ്രസ അധ്യാപകൻ്റെ പേര്. അയാൾ പറയുന്നത് ഈ ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കുട്ടികൾക്ക് വിതരണം ചെയ്യും. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. അവർ 3-4 സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ഇത്തരം മദ്രസകൾ കൂണുപോലെ തഴച്ചു വളരുന്നു എന്നുള്ളത്. ഈ മദ്രസകളെല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. മര്യാദക്ക് പ്രവർത്തിക്കുന്ന മദ്രസകളുണ്ട്, സർക്കാർ അംഗീകൃതമായി സർക്കാർ ഗ്രാൻഡ് വാങ്ങി പ്രവർത്തിക്കുന്ന മദ്രസ അധ്യാപകർ ശമ്പളം മേടിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന മദ്രസകളുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്, അതായത് ജിഹാദി പ്രവർത്തനങ്ങൾ, ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി കഴിഞ്ഞില്ല, ഒന്നുകൂടിയുണ്ട്. കുറച്ച് നാൾ മുമ്പ് എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച മുമ്പ് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഒരു സെമിനാർ നടന്നു. അതായത് ഈ ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ സുരക്ഷ സംബന്ധിച്ച്, തീവ്രവാദ ആക്രമണങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ തീവ്രവാദ ഭീഷണികൾ സംബന്ധിച്ച് നടന്ന ഒരു സെമിനാറാണ്. അപ്പോൾ ആ സെമിനാറിൽ അവിടുത്തെ നേപ്പാൾ പ്രസിഡൻറ്റിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി, അദ്ദേഹം പഴയ കേന്ദ്രമന്ത്രി കൂടിയാണ് അവരുടെ. അപ്പോൾ ഈ സുനിൽ ബഹാദൂർ ധാപ്പെ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നടത്തിയൊരു വെളിപ്പെടുത്തലുണ്ട്. അതായത് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങൾ നേപ്പാളിനെ ഒരു ഇടനാഴിയായിട്ട് ഉപയോഗിക്കും ഇന്ത്യയിലോട്ടുള്ള ആക്രമണത്തിന്, അല്ലെങ്കിൽ നേപ്പാളിനെ ഒരു ലോഞ്ച് പാഡായിട്ട് ഉപയോഗിക്കും ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ ആക്രമണങ്ങൾ. അത് ആ ഒരു സൂചനയാണ്. നേപ്പാളിൻ്റെ ഔദ്യോഗിക വക്താവാണ് ഈ പറയുന്നത്. ഒരു സൂചനയാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു സംഗതികളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ആശങ്ക കുറേ കൂടി ശക്തമാവുകയാണ്. നേരത്തെ തന്നെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ച് ഇന്ത്യ കുപ്രസിദ്ധരായ പല ഭീകരരെയും പിടികൂടിയിട്ടുണ്ട്. ചില സംഭവങ്ങൾ നേപ്പാളിൽ ഇത്തരം പിന്നെ ഇസ്ലാമിക തീവ്രവാദം അങ്ങനെ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു സ്ഥലമാണ്. എന്നിട്ട് കൂടി അവിടെയും സമീപകാലത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ, അതായത് മദ്രസ പഠനം, അതായത് പുതിയ തലമുറയെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് തീവ്രവാദ സംഘടനകളുടെ ഒരു അജണ്ട. അത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നടക്കുന്നു എന്നുള്ളത് ഗൗരവ സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടായേ തീരും.